അസ്സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു തആല അൻ അദ്ദേഹം പറയാറുണ്ട്, മനിസ്തതഅ മിൻകും അൻ യകൂന ലഹു ഖബഉൻ മിൻ അമലിൻ സാലിഹിൻ ഫൽയഫ്അൽ. ഇത് മർഫൂആയ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ് എന്നും അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. എന്താണ് പറയുന്നത്? നിങ്ങളിൽ നിന്ന് മനിസ്തതഅ മിൻകും അൻ യകൂന ലഹു ഖബഉൻ മിൻ അമലിൻ സാലിഹിൻ ഫൽയഫ്അൽ. നിങ്ങളിൽ ഓരോരുത്തർക്കും തൻ്റെ അമലുകളിൽ നിന്ന് വേറെ ആരും അറിയാത്ത നിലക്ക് ചെയ്യാൻ പറ്റുന്ന ചില അമലുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ എന്നാണ്. ഓരോരുത്തർക്കും എല്ലാ അമലും അങ്ങനെ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, എല്ലാവർക്കും ഒരേ കാര്യം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ ഓരോരുത്തരും സ്വയം മറ്റാരും അറിയാതെ ഞാനും എൻ്റെ റബ്ബും മാത്രം, മഹ്ശറിൽ അള്ളാഹുവിന് മാത്രമേ അതറിയുള്ളൂ. പിന്നെ ആ കർമ്മങ്ങൾ രേഖപ്പെടുത്തുന്ന മലക്കുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം, കർമ്മരേഖയിലും അറിയാം. ഇങ്ങനെ അഹ്ലുസ്സമാഇന്റെ ആളുകൾക്കല്ലാതെ വേറെ ആർക്കും അറിയാത്ത, എൻ്റെ മക്കൾക്കോ എൻ്റെ ഭാര്യയ്ക്ക് പോലും അറിയാത്ത ചില നന്മകൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായാൽ അത് പരലോകത്ത് ഉപകാരപ്പെടുമെന്നാണ്. പരലോകത്തത് ഉപകാരപ്പെടും. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ജീവിതത്തിൽ നന്മകളൊന്നും ചെയ്യാത്തൊരു മനുഷ്യൻ മരണമാസന്നമായ സന്ദർഭത്തിൽ ആ മനുഷ്യന്റെ മനസ്സിൽ ഒരു പ്രത്യേക ഭയം പിടികൂടുകയാണ്. ഒരു പ്രത്യേക ഭയം, ഞാൻ മരിക്കാൻ പോവാണ്, പക്ഷേ ഒരു റബ്ബുണ്ടല്ലോ, ആ റബ്ബെങ്ങാനും എന്നെ പിടികൂടുകയാണെങ്കിൽ എൻ്റെ കാര്യം മഹാപോക്കായിരിക്കും. അതുകൊണ്ട് മക്കളോട് പറഞ്ഞു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ കഷ്ണം കഷ്ണമാക്കി മുറിച്ചിട്ട് നിങ്ങൾ കത്തിച്ച് ചാമ്പലാക്കിയിട്ട് അത് വെള്ളത്തിലോ കാറ്റിലോ പറത്തിക്കളയണം. സ്വഹീഹായ ഹദീസാണ്, നടന്ന സംഭവമാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഏത് അവസ്ഥയിലും ഒരുമിച്ച് കൂട്ടാൻ കഴിവുള്ളവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടിയ ആ വ്യക്തിയെ മഹ്ശറിൽ വെച്ച് അല്ലാഹു ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം മക്കൾക്ക് നൽകിയത്? അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവേ, നിന്നെ പേടിച്ചിട്ടാണ്, നിന്നെ ഭയപ്പെട്ടിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ്, ഖദ് ഗഫർതു ലക്, നിനക്ക് ഞാൻ മാപ്പാക്കിയിരിക്കുന്നു. സ്വർഗ്ഗലോകത്ത് പ്രവേശിപ്പിക്കപ്പെടുകയാണത്. ആ വ്യക്തി സ്വർഗ്ഗലോകത്ത് പ്രവേശിപ്പിക്കപ്പെടുകയാണ്. എന്താണ്? ഉള്ളിൻ്റെ ഉള്ളിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ആ ഒരു പേടി, അത് താനും തൻ്റെ റബ്ബും മാത്രം അറിയാവുന്ന ഒരവസ്ഥയാണത്. അത്തരം ഒരവസ്ഥ ഇഖ്ലാസോടുകൂടി ഒരാളുടെ മനസ്സിലുണ്ടെങ്കിൽ ഒരുപക്ഷെ ആ വ്യക്തിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തി കളയും. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആ നിലക്ക് നാമും നമ്മുടെ റബ്ബും മാത്രം അറിയാവുന്ന ചില നന്മകൾ, അള്ളാഹു നമ്മളെ പരിഗണിക്കുന്ന ചില നന്മകൾ, അത് വളരെ വലിയൊരു കാര്യമാണ് എന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടതുണ്ട്.